നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്ദനേച്ചി അളിയനെ തല്ലിന്നൊരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള നിലപാടില്ല അളിയൻ. ചേച്ചി അളിയനെ കണ്ട് കുറ്റസമ്മതം നടത്തി അവര് കോംപ്രമൈസ് ആയി. വന്ദനേച്ചിയുടെ തെറ്റ് എന്റെ അച്ഛനെ അറിയിച്ച് പ്രശ്നം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചിട്ടാ ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷെ ഏട്ടൻ അതിനൊന്നും അനുവദിച്ചില്ല. ഒരു കാരണവശാലും ആ സംഭവം അച്ഛൻ അറിയരുതെന്നും ചേച്ചിയോട് താൻ ക്ഷമിച്ചു കഴിഞ്ഞു എന്നാ ഏട്ടൻ പറഞ്ഞത്. എന്നാലും വന്ദന ജയനെ കണ്ട് ക്ഷമ ചോദിച്ചോന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ അളിയൻ്റെ കൂടെ നിൽക്കുമ്പോഴാ വന്ദനേച്ചിയുടെ കോള് വന്നത്. ഫോൺ അളിയന്റെ കൊടുക്കാൻ ചേച്ചി ആവശ്യപ്പെട്ടു. അളിയനെ അത്യാവശ്യം കാണണമെന്ന ആവശ്യത്തിന് പുറമെ കാണേണ്ട സ്ഥലവും സമയവും അളിയനെ അറിയിച്ചതും വന്ദനേച്ചിയാ. വന്ദനേച്ചി പറഞ്ഞ സ്ഥലത്ത് ഏട്ടൻ കൃത്യമായിട്ട് എത്തി. അവർ തമ്മിൽ കണ്ടു, കോംപ്രമൈസിൽ എത്തി. ജഗനെ കണ്ട് വിവരം പറയാൻ എന്നെ അച്ഛനും അമ്മയും അനുവദിച്ചില്ലല്ലോ. ജഗനെ തല്ലിയ കുറ്റം പെരുപ്പിച്ചു കാട്ടി എന്നെ തളർത്താനല്ലേ അച്ഛനും അമ്മയും ശ്രമിച്ചത്. ജഗനെ തല്ലിയത് ന്യായീകരിക്കാൻ കെട്ടുകഥകളും ചമച്ചുകൊണ്ട് വരുന്ന നുണച്ചിയായിട്ടല്ലേ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയത്. ജഗനെ കണ്ട് ചെയ്തു പോയ തെറ്റിന് മാപ്പും പറഞ്ഞു. ഇന്നെനിക്ക് ആകെയുള്ളത് മരവിച്ചൊരു മനസ്സാ. എന്നാലും ചെയ്തു പോയ തെറ്റാണെന്ന് സമ്മതിക്കാനുള്ളൊരു മനസ്സ്, അതെനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എല്ലാവരും ഒന്ന് ഓർക്കണം. ക്ഷമിക്കണം മോളെ. ജഗനെ പോലൊരു പരോപകാരിയും സൽസ്വഭാവമായ ചെറുപ്പക്കാരനോടാണ് നീ അവിവേകം കാണിച്ചത്. ജഗനെ കണ്ട് നീ കുറ്റസമ്മതം നടത്തിയെങ്കിൽ അതിൽ പരം ഒരു സമാധാനം ഉണ്ടാവാനില്ല മോളെ. വളരെ നന്നായി. തെറ്റ് ചെയ്തിട്ട് അതിന് ക്ഷമ ചോദിക്കാനുള്ള ഒരു മനസ്സ് പോലും നിനക്കില്ലാതായി പോയല്ലോ എന്നുള്ളൊരു വേദനയായിരുന്നു എനിക്ക്. അതുകൊണ്ടാ അങ്ങനെയൊക്കെ പെരുമാറിയത്. ജഗനോട് മനസ്സു തുറന്ന് കുറ്റസമ്മതം നടത്തിയപ്പോ എല്ലാം തീർന്നു മോളെ. ഇപ്പോഴാ അമ്മയ്ക്ക് സമാധാനായേ. അപ്പോ ജഗനളിയനും വന്ദനേച്ചിയും തമ്മിൽ കോംപ്രമൈസ് ആയി. അച്ഛനമ്മമാരും ചേച്ചിയും തമ്മിലും കോംപ്രമൈസ് ആയി. ഇനി ആരുമായിട്ടെങ്കിലും കോംപ്രമൈസ് ആവാനുണ്ടോ? എന്നെ ആയിരിക്കും ഉദ്ദേശിച്ചത്. സഹോദരനെ സ്നേഹിക്കുന്ന ഒരു സഹോദരിക്കും പൊറുക്കാനാവാത്ത തെറ്റാ വന്ദനേച്ചി ചെയ്തത്. അതിന്റെ നീരസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ചേച്ചി ഏട്ടനോട് ക്ഷമ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ തമ്മിലും കോംപ്രമൈസ് ആയി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.